അപ്പോൾ നമ്മൾ 30 അടിയുടെ തോട്ടി ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. ഈ 30 അടി നീളം എന്ന് പറഞ്ഞാൽ നിസാര നീളമല്ല, നല്ല ഒരു ഹൈറ്റ് ഉണ്ട്. ഏകദേശം ഒരു 3 നില ബിൽഡിങ്ങിൻ്റെ ഹൈറ്റ് വരും. നമ്മുടെ ഹൈറ്റോടി കൂടുമ്പോൾ ഒരു 3.5 നില 4 നില ബിൽഡിങ്ങിൻ്റെ ഹൈറ്റ് വരെ നമുക്ക് ഈ തോട്ടിക്ക് നീളം വരും. അപ്പോൾ നമ്മൾ ഈ തോട്ടി ആദ്യം തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട, ഉയർത്തുമ്പോൾ ഇതേപോലെ നമ്മൾ ലോക്കൊക്കെ ഇട്ട് നേരെ നമ്മൾ സെറ്റ് ചെയ്ത് വെക്കുക. അതിനുശേഷം ഉയർത്തുമ്പോൾ നമ്മൾ ഇത് കണ്ടോ, ഇതേപോലെ ഈ ഷോക്ക് പ്രൂഫ് ആയിട്ടുള്ള ഭാഗത്ത് മാത്രമേ നമ്മൾ പിടിക്കാവുള്ളൂ. ഇവിടെ പിടിച്ചതിന് ശേഷം നമ്മൾ ഇതേപോലെ നേരെ മുകളിലേക്ക് പൊക്കുക. നേരെ മുകളിലേക്ക് പൊക്കിയതിന് ശേഷം കൊണ്ടുവന്ന് കുത്തി നിർത്തുക. കുത്തി നിർത്തി ബാലൻസ് ചെയ്യണം. എന്നാലാണ് ഈ തോട്ടി നമുക്ക് ഈസി ആയിട്ട് ഉപയോഗിക്കാൻ പറ്റണത്. അപ്പോൾ നിങ്ങളിങ്ങനെ പൊക്കി കഴിഞ്ഞപ്പോൾ നിങ്ങൾ കണ്ടു കാണും ഈ തോട്ടിക്ക് ചെറിയൊരു ആട്ടം വരുന്നത് കണ്ടോ. ഈ ആട്ടം എന്ന് പറയുന്നത് പർപ്പസിൽ നമ്മൾ ഇട്ടേക്കുന്നതാണ്. ഹൈ ടെമ്പേർഡ് മെറ്റീരിയൽ ഞങ്ങൾ തോട്ടിയിൽ ഉപയോഗിക്കാറില്ല. കാരണം ഹൈ ടെമ്പേർഡ് മെറ്റീരിയൽ ഉപയോഗിച്ചാൽ പെട്ടെന്ന് പൊട്ടാനോ ഒടിയാനോ ഉള്ള ചാൻസ് ഉള്ളത് കൊണ്ട് നമ്മൾ അല്പം ഫ്ലെക്സിബിൾ മെറ്റീരിയൽ, ടങ്സ്റ്റൈൽ സ്ട്രെങ്തിൽ വ്യത്യാസം വരുത്തിയിട്ട് അല്പം ഫ്ലെക്സിബിൾ മെറ്റീരിയലാണ് മേളുഭാഗത്ത് നമ്മൾ ഉപയോഗിക്കുന്നത്. അതുകൊണ്ടാണ് ഈ ആട്ടം ഉള്ളത്. അപ്പോൾ ചില ആൾക്കാർ ഇങ്ങനെ ആടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പറിക്കാൻ ബുദ്ധിമുട്ടല്ലേന്ന്. അതിന് നമ്മളിപ്പോൾ ഒരു ചക്ക പറിക്കാൻ ഉദ്ദേശിക്കണമെങ്കിൽ ആദ്യം നമ്മളുണ്ട് ചക്കയിൽ പതുക്കെ റെസ്റ്റ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് പതുക്കെ അതിൻ്റെ ഞെട്ടയിലേക്ക് കയറ്റി കുളത്തി ചെത്തി ചാടിക്കുക എന്നുള്ളതാണ് നമുക്ക് അതിനകത്ത് ചെയ്യാനുള്ളത്. അതൊരു പ്രാക്ടിക്കൽ ട്രിക്കാണ്. ഒരുമാതിരി കർഷകർക്കൊക്കെ അറിയാം, അല്ലാത്തവർക്ക് നമുക്ക് ഈ രീതിയിലുള്ള ട്രിക്കുകൾ ഉപയോഗിച്ചാലാണ് ഇത് നമുക്ക് ഈസി ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നത്. പിന്നെ ഇതിനകത്ത് പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഇതേപോലെ ഒരു കാര്യം എന്ന് പറയുന്നത്, ഇതിനകത്ത് 24 അടിയുടെ മാങ്ങ പറിക്കണ കൂടെ വരെയാണ് നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നുള്ളൂ. 30 അടിയിലേക്ക് നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നില്ല. അതുകൊണ്ട് നമ്മൾ തരുന്നതിൽ കൂടയുടെ നീളം വെച്ചാൽ മാങ്ങ പറിക്കണ ബാഗിൻ്റെ നീളം 24 അടി നീളമേ ഉണ്ടാവത്തുള്ളൂ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ഇതിനകത്ത് തോട്ടിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്.